ചെറിയ അളവിൽ മദ്യപിക്കുന്നത് കൊണ്ട് കാര്യമായ ദോഷമില്ലെന്ന് പലരും കരുതുന്നുണ്ടാവാം. എന്നാൽ ആ ധാരണ തിരുത്തേണ്ടിയിരിക്കുന്നു. പുതിയൊരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ നടത്തിയ പഠനം വ്യക്തമാക്കുന്നത് പരിമിതമായ തോതിലുള്ള മദ്യപാനം പോലും പാൻക്രിയാറ്റിക് അർബുദത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ്. ഈ പഠനത്തിനായി 25 ലക്ഷം മുതിർന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും 10,000-ലധികം പാൻക്രിയാറ്റിക് അർബുദ കേസുകൾ തുടർച്ചയായി നിരീക്ഷിക്കുകയും ചെയ്തു. പ്ലോസ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ട് പ്രകാരം പ്രതിദിനം ഒരു പെഗ് മദ്യം അകത്ത് ചെന്നാൽ പോലും പുരുഷന്മാരിലും സ്ത്രീകളിലും പാൻക്രിയാറ്റിക് അർബുദ സാധ്യത വർദ്ധിപ്പിക്കും. ബിയറിന്റെ ഓരോ അധിക 10 ഗ്രാമും പാൻക്രിയാറ്റിക് അർബുദ സാധ്യത 2% വർദ്ധിപ്പിക്കുന്നു. സ്പിരിറ്റിന്റെ കാര്യത്തിൽ ഇത് 4%. എന്നാൽ വൈൻ കാര്യമായ സ്വാധീനം ചെലുത്തുന്നതായി പഠനത്തിൽ കണ്ടെത്താനായില്ല. പ്രതിദിനം 15 മുതൽ 30 ഗ്രാം വരെ മദ്യം കഴിക്കുന്ന സ്ത്രീകളുടെ പാൻക്രിയാറ്റിക് അർബുദ സാധ്യത 12% വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു. അതുപോലെ പ്രതിദിനം 30 മുതൽ 60 ഗ്രാം വരെ മദ്യം അകത്താക്കുന്ന പുരുഷന്മാരിൽ അർബുദ സാധ്യത 15% ഉയരും. ഏറ്റവും ഗൗരവകരമായ കണ്ടെത്തൽ ഇതാണ്. പ്രതിദിനം 60 ഗ്രാമിൽ അധികം മദ്യം കുടിക്കുന്ന പുരുഷന്മാർക്ക് പാൻക്രിയാറ്റിക് അർബുദ സാധ്യത 36% ഉയരുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ മദ്യപാനം എത്ര കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും പാൻക്രിയാറ്റിക് അർബുദത്തിനുള്ള സാധ്യത വർദ്ധിക്കുമെന്നാണ് ഈ പഠനം ഓർമ്മിപ്പിക്കുന്നത്.